വിനോദ് സർ, നമുക്കറിയാം ഒരു പകുതി ഭാഗം മരുഭൂമിയാണെങ്കിലും അർദ്ധ മരുഭൂമി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയാണെങ്കിലും ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു നാട് ധാതു സമ്പത്തിനൊക്കെ ഭയങ്കര പേര് കേട്ട ഒരു നാടാണ്. പക്ഷെ വികസനം തൊട്ട് തീണ്ടിയിട്ടില്ല. അവിടെയുള്ള ജനത ഇതാ പാകിസ്ഥാനെതിരെ തിരിയുന്നു. BLA എന്ന് പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ഓഫ് ആർമി ഇന്ത്യയെക്കാൾ മുന്നേ പാകിസ്ഥാന് അതിശക്തമായ തിരിച്ചടികൾ ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് നൽകുന്നു. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് പാകിസ്ഥാന് ഇതിന് പിന്നിലുള്ള ഒരു ചരിത്രം, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാവി ബലൂചിസ്ഥാനിലൂടെ ഇനി എന്താവാനാണ് സാധ്യത? നീതു, ഇതൊരു വലിയ സങ്കീർണമായ പ്രശ്നമാണ്. ഈ പ്രശ്നം ഇപ്പൊ തുടങ്ങിയൊന്നുമില്ല. 1948 ഇന്ത്യയും പാകിസ്ഥാനും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരുന്ന സമയം തുടങ്ങിയിട്ടുള്ളൊരു വലിയ പ്രശ്നമാണ്. ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഭൂമിയുടെ, പഴയ ബംഗ്ലാദേശ് ഉൾപ്പെടെയല്ല, ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ 44% വരുന്ന ഒരു പ്രവിശ്യയാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും വലിയ ലാർജസ്റ്റ് പ്രോവിൻസ്. അപ്പം 44% പാകിസ്ഥാന്റെ 44% വരും ഈ ഏരിയ. നേരെ പക്ഷേ ആളുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 4 മുതൽ 5%, പാകിസ്ഥാനിലെ ജനങ്ങളുടെ 4 മുതൽ 5% മാത്രമാണ് അവിടെ. അതൊരു വലിയ ഒരു മലം പ്രദേശമാണ്. മരുഭൂമി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു മലം പ്രദേശമാണ്. പക്ഷേ അവിടെ ഈ നാച്ചുറൽ ഗ്യാസ്, അതായത് നമ്മുടെ ലിക്വിഫൈഡ് നൈട്രജൻ ഗ്യാസ്, സ്വർണം, കോപ്പർ, യുറേനിയം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇതൊക്കെ ധാരാളം ധാതു സമ്പത്തുള്ള ഒരു സ്ഥലമാണ് ഈ ബലൂചിസ്ഥാൻ. മാത്രമല്ല ഇറാനുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടും അറേബ്യൻ സീയുമായിട്ടുമാണ് അതിർത്തി. അവിടെയാണ് ഗദ്ദാർ എന്ന് പറയുന്ന പോർട്ട്, ചൈന നിർമ്മിച്ച ഗദ്ദാർ എന്ന് പറയുന്ന പോർട്ട്, അവരുടെ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ വഴി അവിടെ അവർ എത്തുന്ന റോഡുണ്ട്. അപ്പൊ ഇത് വളരെ അവരെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട സ്ഥലം. പക്ഷേ ബലൂചിസ്ഥാൻ പറയുന്നത് ഇപ്പോഴല്ല, അതിന്റെ കഥ പറയാം. അതായത് 1948 അപ്പോഴത്തേക്ക് അവരുടെ സമ്മതമില്ലാതെ അവർക്ക് ഇന്ത്യയോട് ചേരണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷെ അത് നമുക്ക് നാച്ചുറൽ ബോർഡർ ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യയോട് ചേരാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ അതിനിടയിൽ ഒരു ചെറിയ ഒരു സിന്ധ് പ്രവിശ്യയുണ്ട് പാകിസ്ഥാന്റെ. എനിവേ, അപ്പൊ അതായത് ബലോചിസ്ഥാൻ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ്, അതായത് പാകിസ്ഥാൻ ഭരിക്കുന്നവര് അവരെ എപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് അവർക്ക് ഒരു പ്രയോജനവും ഇല്ല. അവർക്കായിട്ട് വെൽത്ത് ഒന്നും കിട്ടുന്നില്ല. അവരുടെ വെൽത്ത് മുഴുവൻ, അവരുടെ സമ്പത്ത് മുഴുവൻ, ധാതു സമ്പത്തായാലും ശരി, നല്ല സമ്പത്തായാലും ശരി, അത് മറ്റവർ കൊണ്ടുപോകുന്നു, പഞ്ചാബുകാർ കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു മിലിറ്ററി ഓക്കുപ്പേഷനാണ്. അതായത് പണ്ട് തുടങ്ങി ഒരു പ്രത്യേകിച്ച് അവർക്കൊരു കൾച്ചറൽ ടോട്ടലി ഡിഫറെന്റ് ആണ്. പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഓട്ടോണോമി വേണമെന്നാണ് അവർ പറയുന്നത്. അവർക്ക് പൊളിറ്റിക്കലായിട്ട് അവർക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാം പാകിസ്ഥാന്റെ ഈ കേന്ദ്രം പറയുന്നത് പോലെ നടക്കുള്ളൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കാലാകാലങ്ങളായി 5 പ്രാവശ്യത്തോളം അവിടെ ഒരു ആംഡ് അപ്രൈസിങ് ഉണ്ടായിട്ടുണ്ട്. അതായത് ആയുധം കൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കാനുള്ള ഒരു ശ്രമം എന്നും ഉണ്ടായിരുന്നു. 5 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ തുടങ്ങുന്നത് 2005 തുടങ്ങി അതിങ്ങനെ നടക്കുകയാണ്. അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വാർത്തകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു ട്രെയിൻ, ജാഫർ എക്സ്പ്രസ് അവിടെ വലിയ മിലിറ്റൻസി അത് പറയുന്നത് മിലിറ്റൻസിയാണ്. അവരുടെ സ്വാതന്ത്ര്യം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ നമുക്കറിയാം ജാഫർ എക്സ്പ്രസിന്റെ സംഭവമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് മുന്നേ തന്നെ പലപ്പോഴും പാകിസ്ഥാന്റെ വലിയ ദുർഘടമായ പ്രദേശമാണ്, പർവ്വത പ്രദേശമാണ്. അതുവഴി പാകിസ്ഥാൻ കോൺവോയ്, പട്ടാളക്കാർ പോകുമ്പോൾ ഇവരെ ആക്രമിക്കും, കൊല്ലും. അപ്പൊ അങ്ങനെ ബലൂചിസ്ഥാൻ ഒരു ബ്രേക്കിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവരെത്രയോ നാളായിട്ട് കാത്തിരിക്കും. ഞാൻ പറഞ്ഞു 2005 മുതൽ അവരുടെ ഈ പ്രക്ഷോഭമാണ്. പക്ഷെ അവരെ മൃഗീയ ശക്തി ഉപയോഗിച്ച് പാകിസ്ഥാൻ അടിച്ചമർത്തുമായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂര് വരുന്നത്. അപ്പൊ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർ കണ്ടിട്ടാണ് ഇന്നലെ ഈ അടി മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇന്ത്യയുടെ അടി മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് ഈ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ഇനി അപ്പോഴേ അവരെ ഇതുവരെ ഒന്നും ഇപ്പൊ ഇപ്പൊ ഇത്രയും ദിവസം ആയപ്പോഴും അമേരിക്കയോ UK G7 കൺട്രീസോ ഒന്നും
അവരെ റെക്കഗ്നൈസ് ഒന്നും ചെയ്തിട്ടില്ല. ചൈനയ്ക്കാണെങ്കിൽ വലിയ പ്രശ്നമുണ്ട്. ചൈനയുടെ ഗദ്ദാർ തുറമുഖം അവിടെയാണ്. ചൈനയാണ് കാശ് മുടക്കിയിരിക്കുന്നത്. മാത്രമല്ല ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ വന്ന് അവസാനിക്കുന്നത് അത് തുടങ്ങുന്നത് തന്നെ ആ പോർട്ടിൽ നിന്നാണ്. അപ്പൊ മാത്രമല്ല, പക്ഷേ ഇവരുടെ ഈ ബലൂചിസ്ഥാൻകാർക്ക് കാനഡയിലും UK-യിലും യൂറോപ്പിലൊക്കെ ധാരാളം ആളുകളുണ്ട്, അവരുടെ ആളുകളുണ്ട്. അപ്പൊ അവരുടെ ഒരു പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യക്കാർ അവിടെ ഉള്ളതുപോലെ, ഇന്ത്യക്ക് വേണ്ടി വാദിക്കുന്ന പോലെ ഈ ബലൂച്ചികൾ ഒരുപാട് പേര് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി ഈ UK, കാനഡ, യൂറോപ്പിലൊക്കെ ഉണ്ട്. അപ്പൊ അവര് ഒരു വളരെ ശക്തമായി ഇവർക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. അപ്പൊ ഒരു രാജ്യമാകാനുള്ള എല്ലാ സാധ്യതകളും വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇപ്പം നമ്മൾ പാകിസ്ഥാനെ തോപ്പിച്ചിട്ടിരുന്നാലും വീണ്ടും പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടാക്കും. അത് അവരുടെ ജന്മസിദ്ധമായ സ്വഭാവമാണ്. അപ്പം നമുക്ക് ഏറ്റവും നല്ലത് ബലൂചിസ്ഥാൻ ഉണ്ടാകുന്നതാണ്. മാത്രമല്ല അവർ ഇന്ത്യയോട് വളരെ പ്രോ ആയിട്ടുള്ള, ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം. ഒരു പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് സിന്ധും കൂടെ പിന്നെ ഇത് കഴിഞ്ഞാൽ സിന്ധ് പ്രവിശ്യയും കൂടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതാണ് ഇന്ന് നമുക്ക് ഈ പാകിസ്ഥാനും ഇന്ത്യക്കും ബലൂചിസ്ഥാനും ഇടയിലുള്ള ഭാഗം. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ കൂടെ കൂടാൻ അവർക്ക് വലിയ താല്പര്യമായിരിക്കും, ചിലപ്പോൾ തന്നെത്താൻ നിൽക്കാൻ. ഇത് രണ്ടായാലും ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വേണ്ടി അവർക്കൊരു പൊതുവെ ഒരു ഫ്രണ്ട്ലി കൺട്രീസാണ്. മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവർ കുറച്ചും കൂടെ ഒരു വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്. അപ്പൊ അവർക്കൊരു പക്ഷേ ഇന്ത്യയോടൊത്ത് സഹകരിച്ച് നിൽക്കാൻ താല്പര്യമുള്ളവരാണ്. എത്തനിക്കലി അതായത് ഒരു ജനറ്റിക്കലി അവർ വേറൊരു ക്രൗഡാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ ഇന്ത്യയോടൊപ്പം നിൽക്കാൻ താല്പര്യമുള്ളവർ. മാത്രമല്ല ഈ വൃത്തികെട്ട പാകിസ്ഥാന്റെ ആ ഒരു വൃത്തികെട്ട നയം ഇവർക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് എന്തുകൊണ്ടും നല്ലത് പാകിസ്ഥാനെ 5ആയിട്ട് വിഭജിക്കുന്നതാണ് നമ്മുടെ ഭാവിയിലെ ഈ പ്രശ്നങ്ങൾ ഒതുങ്ങാൻ വേണ്ടി ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എന്നിട്ട് പാകിസ്ഥാന്റെ ഈ ന്യൂക്ലിയർ അഹങ്കാരം ഇന്നത്തോടെ അവസാനിപ്പിക്കുകയും വേണം. അതായാൽ മാത്രമാണ് ഇന്ത്യക്ക് ശാശ്വതമായ ഒരു ഭാവി. നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു പുണ്ണ് പോലെ, അതായത് ഒരു അൾസർ പോലെ നമുക്ക് നമ്മുടെ ദേഹത്തുള്ള ഒരു അൾസർ ഉണ്ടല്ലോ, അതുപോലെ ഉണങ്ങാത്ത മുറിവാണ് ഈ പാകിസ്ഥാൻ. ഇവന്മാരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനെ ശിഥിലമാക്കാം. എങ്ങനെ സോവിയറ്റ് യൂണിയനെ പണ്ട് അമേരിക്ക പല കഷ്ണങ്ങളാക്കി മുറിച്ചോ, നമ്മൾ 1907 പിന്നെ നമ്മളാണ് ചെയ്തിട്ടുള്ളത്. 1971 പാകിസ്ഥാനെ 2ആയിട്ട് മുറിച്ചോ, അല്ലെങ്കിൽ അത് അപ്പുറമായിട്ട് അവർ സെപ്പറേറ്റ് രാജ്യങ്ങളാക്കിയോ, അതുപോലെ ബലൂചിസ്ഥാനെ കൂടെ. ഇതാണ് അതിനെ പറ്റിയ അവസരം. ഇപ്പൊ മിക്കവാറും 2 ദിവസത്തിനകത്ത് എൻ്റെ ഒരു പ്രതീക്ഷ നമ്മുടെ അവിടെ ഒരു എംബസി സ്ഥാപിക്കാൻ അവർക്കൊരു സ്ഥലം കൊടുക്കും. ഇന്ത്യ അവരെ റെക്കഗ്നൈസ് ചെയ്യാൻ മിക്കവാറും ആദ്യത്തെ രാജ്യം ഇന്ത്യ ആയിരിക്കും. പിന്നെ ഇപ്പൊ ഈ അടി നടക്കുന്ന സമയമാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ വേറെ കാര്യത്തിലായി പോയത് കൊണ്ടുള്ള പ്രശ്നമാണ്. മാത്രമല്ല ഈ യുദ്ധത്തില് അപ്പുറത്തു നിന്ന് നമ്മളെ സഹായിക്കാൻ പോകുന്ന ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ ഒരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സിന്ധു വരും, ഖൈബർ പഖ്തൂൺഖ ചിലപ്പോൾ റിലീസ് ചെയ്യാൻ അപ്പുറത്തെ ഒരു ഭാഗം ഉണ്ട്, എനിക്ക് അതിന്റെ പേര് അറിഞ്ഞൂടാ, ഒരു റീജിയൻ കൂടെ ഉണ്ട്. അങ്ങനെ 5 ഭാഗങ്ങളാണ് പാകിസ്ഥാൻ. പിന്നെ പഞ്ചാബ് പ്രവിശ്യ. അപ്പൊ മൊത്തത്തില് ഇത് നല്ലൊരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല ഈ ഇന്ത്യയും അവരെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ത്യ എപ്പോഴും അവരുടെ അടിച്ചമർത്തലിന് വേണ്ടി അവർക്ക് വേണ്ടി അവരോടൊരു അനുകമ്പയുള്ള ഒരു ഭാഗമാണ്. ഒരു പക്ഷേ ബലൂചിസ്ഥാൻ ജന്മമെടുക്കാൻ തന്നെയാണ് സാധ്യത. മറ്റുള്ള രാജ്യങ്ങൾ ഇതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ തന്നെയാണ് എല്ലാ സാധ്യത. എപ്പോഴും പറയും, ഒന്ന് ചെയ്യുമ്പോഴാണ് മറ്റതിന് വളമാകുന്നത്. പാകിസ്ഥാൻ ചീഞ്ഞു തുടങ്ങി, ബലൂചിസ്ഥാന് വളമാകാനാണ് എല്ലാ സാധ്യത. അപ്പൊ അതാണ് ബലൂചിസ്ഥാന്റെ പ്രത്യേകത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.